എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? നമ്മുടെ നാട്ടിൽ ഒരുപാട് കള്ളനാണയങ്ങളുണ്ട്. ഈ കള്ളനാണയങ്ങൾ ഇൻ ദ സെൻസ് ഞാൻ ഉദ്ദേശിച്ചത് കള്ളങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന കുറേ ആൾക്കാർ. അത് പല പല മേഖലകളിലും ഉണ്ട്. ജോലി മേഖലകളിലും ഈ കള്ളനാണയങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ യൂട്യൂബർമാർക്കിടയിലും കള്ളനാണയങ്ങളുണ്ട്. അതിലൊരു കള്ളനാണയത്തെക്കുറിച്ചാണ് നമുക്കിന്ന് സംസാരിക്കാനുള്ളത്. എന്ത് തോന്നിവാസവും വിളിച്ച് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിന് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, ഒരു വാസ്തവവുമില്ലാത്ത വാർത്തകൾ വന്നിരുന്ന് റിയാക്ട് ചെയ്യുന്ന ഒരു കള്ളനാണയത്തെക്കുറിച്ചാണ് എനിക്കിത് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. കുറച്ച് നാളുകൾക്ക് മുൻപ് ബിഗ് ബോസ് ഒക്കെ നടക്കുന്ന സമയത്ത് ഇവൻ നമ്മുടെ അതുൽ വ്ളോഗ്സിന് എതിരെ ഒരു വീഡിയോ ചെയ്തു. അതുൽ വ്ളോഗ്സിനെയും അതുപോലെ രാജ് ടോക്സിലെ രാജേട്ടനെതിരെയും അതുപോലെ തന്നെ സമ്മർ മീഡിയ ഇവരെ മൂന്നുപേരെയും വെച്ചുകൊണ്ട് ഇവർ മൂന്നുപേരും അനുമോളുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചുകൊണ്ടാണ് അനുമോളെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യുന്നത് എന്ന ഒരു ന്യൂസ് ഇവൻ പടച്ചുവിട്ടു. അതിനിവൻ തെളിവായിട്ട് കാണിച്ചത് ഒരു മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ബില്ലായിരുന്നു. അത് ഇവൻ തന്നെ ഉണ്ടാക്കിയ ബില്ലാണെന്ന് അവൻ ഒടുവിൽ സമ്മതിച്ചു. ഇവൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ബിഗ് ബോസിൽ പോകുക എന്നുള്ളത് മാത്രമായിരുന്നു. അതിനുവേണ്ടി ഇവൻ സീക്രട്ട് ഏജൻറ്റ് സായിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇവനിപ്പോൾ ജാസ്മിനും ഗബ്രിയും വേർപിരിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് അടിച്ചിറക്കിയിരിക്കുകയാണ്. ഇവൻ്റെ വീഡിയോയുടെ തംബ്നെയിലാണ് ബഹുരസം. ഇവൻ്റെ ടോപ്പിക്കുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. അതിനിവൻ ആദ്യമേ വന്നിരുന്നിട്ട് ഞാൻ കുറേ തെളിവുകൾ കാണിക്കാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞായിരിക്കും സംസാരിക്കുന്നത്. ഞാൻ കുറച്ച് തംബ്നെയിൽസ് വായിക്കാം, ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. അതിന് മുൻപായിട്ട് ഇവൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്താണ് എഴുതിയിരിക്കുന്നത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന, നിങ്ങൾക്ക് അറിവ് പകരുന്ന കുറച്ച് വീഡിയോകൾ ഉണ്ടാക്കുക എന്നതാണ് ലക്ഷ്യം. കൂടെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളിൽ ആരെങ്കിലും, ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ ഇവൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും കള്ള വാർത്തകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇവൻ പടച്ചിറക്കി വിടുന്ന വാർത്തകൾ മുഴുവൻ കള്ളമാണ്. അതിനുവേണ്ടി ഇവൻ തന്നെ സ്വയം എന്തെങ്കിലുമൊക്കെ തെളിവുകൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇതെനിക്ക് മനസ്സിലായത്, ഒന്ന്, അതുലിൻ്റെ ആ വീഡിയോ വന്നപ്പോൾ മനസ്സിലായി. രണ്ട്, ഇപ്പോൾ ഈ ജാസ്മിൻ്റെ വിഷയം വന്നപ്പോൾ അതിനകത്ത് ഇവൻ കാണിക്കുന്ന തെളിവുകൾ എന്ന് പറയുന്നത്, അത് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, എല്ലാം ഇവൻ തന്നെ ഉണ്ടാക്കിയെടുത്ത തെളിവുകളാണ്. ജാസ്മിൻ്റെ പണ്ടത്തെ വീഡിയോ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ജാസ്മിൻ ഗബ്രിയെക്കുറിച്ച് പറയുന്നു എന്ന ലെവലിൽ അത് വ്യാഖ്യാനിക്കുന്നു. ഇത് കാണുന്ന ആൾക്കാർ, ഞാനിപ്പോൾ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല, ഞാൻ ഗബ്രിയെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. അവർ ബിഗ് ബോസ് ഉണ്ടായിരുന്ന സമയത്ത് കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങളെല്ലാം നമ്മൾ പച്ചയ്ക്ക് വന്നിരുന്ന് സംസാരിച്ചതാണ്. പക്ഷേ ഇപ്പോൾ അവരുടെ ലൈഫായിട്ട് മുന്നോട്ട് പോവുകയാണ്. അവർ ഇൻസ്റ്റഗ്രാം അൺഫോളോ ചെയ്ത് അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. പക്ഷേ അതെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് അവർ തമ്മിൽ വേർപിരിഞ്ഞു, അവർ തമ്മിൽ ബ്രേക്കപ്പ് ആയി, ജാസ്മിൻ ഇപ്പോൾ വേറൊരാളുടെ പുറകെയാണ് എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ട് വളരെ മോശമായിട്ട് ഒരു പെൺകുട്ടിയുടെ ലൈഫിനെ നശിപ്പിക്കുന്ന ലെവലാണ് ഇവൻ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന, നിങ്ങൾക്ക് അറിവ് പകരുന്ന കുറച്ച് വീഡിയോകൾ ഉണ്ടാക്കുക എന്നതാണ് ലക്ഷ്യം. ആ വാചകത്തിനോട് എന്തെങ്കിലും നീതി ഇവൻ പുലർത്തുന്നുണ്ടോ? അൽത്തു വ്ളോഗ്സ് എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര്. ഇനി ഇവൻ്റെ തംബ്നെയിൽസ്, ചില തംബ്നെയിൽസ് ആണ്. CPM വീണ്ടും തിരിച്ചടി, CPM വീണ്ടും തിരിച്ചടി. ജാസ്മിനും ഗബ്രിയും അടിച്ചു പിരിഞ്ഞു, നടുക്കുന്ന വീഡിയോ. പിണറായിക്ക് വീണ്ടും കനത്ത തിരിച്ചടി, ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി യുവതിയെ അറസ്റ്റ് ചെയ്യാൻ നീക്കം. അങ്ങനെ പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇതിനിടയ്ക്ക് റെന ഫാത്തിമയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇങ്ങനെയൊക്കെയാണ് ഇവൻ്റെ ചില തംബ്നെയിൽ എന്ന് പറയുന്നത്. ഈ തംബ്നെയിൽ കാണുമ്പോൾ ആരും കയറി അങ്ങ് നോക്കും. അതൊക്കെ ഓക്കെ, ക്ലിക്ക് ബൈറ്റിന് വേണ്ടി നമുക്ക് തംബ്നെയിൽ ഇടാം. പക്ഷേ അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ, ഇത്രയും ലോജിക് ഇല്ലാത്ത കാര്യങ്ങൾ, അതും തെളിവുകൾ എന്ന് പറയുന്നത് ഇവൻ ഉണ്ടാക്കിയെടുക്കുന്ന തെളിവുകൾ. എങ്ങനെയാണ് ഒരാൾക്ക് മറ്റൊരാളുടെ ജീവിതത്തെ വെച്ചിട്ട്, ഇപ്പോൾ ഒരാൾ ചെയ്യുന്ന തെറ്റുകളെ നമുക്ക് ചൂണ്ടിക്കാണിക്കാം, അതാണ് റിയാക്ഷൻ വീഡിയോ എന്ന് പറയുന്നത്. അവർ ചെയ്യുന്ന തെറ്റുകളിൽ നമുക്കുള്ള അഭിപ്രായം നമുക്ക് പറയാം. പക്ഷേ ഇത് ഇവൻ കോണ്ടന്റിന് വേണ്ടി തെളിവുകൾ ഉണ്ടാക്കി ഒരാളുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന ലെവലിലേക്ക് സംസാരിക്കുക. ഇതാണ് ഈ മാന്യദേഹം ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത്. അതുലിനെ കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിച്ചതിൻ്റെ പേരിൽ അതുൽ അനുമോളുടെ കയ്യിൽ 50,000 രൂപ വാങ്ങിച്ചിട്ടാണ് അനുമോളെ സപ്പോർട്ട് ചെയ്തത് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അതുലിൻ്റെ ഒരു സുഹൃത്ത് അതുലിനോട് പറഞ്ഞൊരു വാചകമുണ്ട്. അത് അതുലിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ വീണ്ടും എടുത്ത് ഇവിടെ ഇടുന്നില്ല. പക്ഷേ അതുലിനെ എത്രമാത്രം ഹേർട്ട് ചെയ്തൊരു വാചകമാണത്. ആ ഫ്രണ്ട്ഷിപ്പ് അവിടെ ബ്രേക്കായി. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവൻ്റെ ഒരൊറ്റ വീഡിയോ കൊണ്ട് സംഭവിച്ചതാണ്. ഇവിടെ ജാസ്മിനെതിരെ സംസാരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്, ജാസ്മിൻ ഗബ്രിയെ ഒഴിവാക്കിയിട്ട് വേറൊരാളുടെ പുറകെ പോയി. സ്വാഭാവികമായിട്ടും കാണുന്ന ആളുകൾ, കേൾക്കുന്ന ആളുകൾ എന്താ വിചാരിക്കുക? ഓൾറെഡി ജാസ്മിന് ഒരു ബാഡ് ഇമേജ് ഉണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ വീണ്ടും അത് ഉണ്ടാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ജാസ്മിൻ്റെ പൂർവ്വ കാമുകനായ അഫ്സലിനെ ഇവൻ ഭയങ്കരമായിട്ട് സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. അഫ്സലിനെ സപ്പോർട്ട് ചെയ്ത് അതൊന്നും നമ്മുടെ വിഷയമല്ല. പക്ഷേ ഇപ്പോൾ നിലവിൽ ഒരു തെറ്റ് ചെയ്യാത്ത ഒരാളെ വീണ്ടും ക്രൂശിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുകയാണ്. ശരിക്കും ഇവനെപ്പോലുള്ളവരാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു അപമാനം എന്ന് വേണമെങ്കിൽ പറയാം. അമ്മാതിരി തോന്നിവാസമാണ് വിളിച്ച് പറയുന്നത്, തോന്നിവാസമാണ് എഴുതി വിടുന്നത്. നമുക്ക് എന്തായാലും ജാസ്മിൻ്റെ വീഡിയോ, ഇവൻ ചെയ്ത വീഡിയോ ഒന്ന് കാണാം. ആദ്യം ഇവനൊരു വോയിസ് വെക്കുന്നുണ്ട്. അത് ജാസ്മിൻ്റെ വോയിസ് തന്നെയാണ്. പക്ഷേ ജാസ്മിൻ അത് ഇപ്പോഴൊന്നും പറഞ്ഞ വോയിസ് അല്ല. ജാസ്മിൻ്റെ ആദ്യത്തെ പ്രണയം ബ്രേക്കപ്പ് ആയപ്പോൾ അന്ന് പറഞ്ഞ വാചകമാണ്, അന്ന് പറഞ്ഞ വോയിസാണ് അവൻ ഇപ്പോൾ ഗബ്രിയുടെ വിഷയമായിട്ട് കണക്ട് ചെയ്തിട്ട് കൊണ്ടുവയ്ക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് ആ വോയിസ് ഒന്ന് കേൾക്കാം. ഞങ്ങൾ ഒരുപാട് പറഞ്ഞു തീർക്കാനൊക്കെ ശ്രമിച്ചു. പക്ഷെ ഒരിക്കലും നല്ലോണം മുന്നോട്ട് പോവില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ നിർത്തുന്നതാണ് നല്ലത്. കാരണം രണ്ടുപേർക്കും വേറെ നല്ല ജീവിതങ്ങൾ കിട്ടും. അപ്പം അതിൻ്റെ പേരിൽ നിങ്ങൾ ആരെയും ഒന്നും പറയേണ്ട കാര്യമില്ല. ഈ വോയിസ് ആക്ച്വലി ഇവൻ ജാസ്മിൻ്റെ വോയിസാണ് വച്ചേക്കുന്നത്. ഇത് ജാസ്മിൻ്റെ ഫസ്റ്റ് ബ്രേക്കപ്പ് നടന്ന സമയത്ത്, ആ സമയത്തുള്ള ഒരു ഓഡിയോ ആണ്, ഇപ്പോഴത്തെ ഓഡിയോ അല്ല. ഓക്കെ, അതായത് ഗബ്രിയുമായിട്ട് ബ്രേക്കപ്പ് ആയോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല. ജാസ്മിനോ ഗബ്രിയോ ഇത് പുറത്തൊന്നും സംസാരിച്ചിട്ടില്ല. അവർ ഇൻസ്റ്റഗ്രാം അൺഫോളോ ചെയ്തെന്ന് പറയുന്നു. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയത്തില്ല.
ഇവൻ പറയുന്നു അവർ ബ്രേക്കപ്പ് ആയി, അതുകൊണ്ടാണ് ഇൻസ്റ്റാഗ്രാം അൺഫോളോ ചെയ്തത്. ഞാൻ ചോദിച്ചോട്ടെ, രണ്ട് സുഹൃത്തുക്കൾ ഇരിക്കുന്നു, അവർ തമ്മിൽ പിണങ്ങിയാൽ മാത്രമേ ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാം അൺഫോളോ ചെയ്യാൻ പാടില്ലെന്നുണ്ടോ? ചെറിയ പിണക്കമല്ലായിരിക്കും, ആ സമയത്ത് ചിലപ്പോൾ ആ ഒരു ദേശത്തിൻ്റെ പുറത്ത് അൺഫോളോ ചെയ്തതായിരിക്കാം. അതിന് പറയുന്നതാണ് അവർ തമ്മിൽ അടിച്ചു പിരിഞ്ഞു ഗൈസ്. ഇനി ഇവൻ അതിൽ പറയുന്ന കാര്യങ്ങളൊന്ന് കേൾക്കാം. ഹായ് ഒരുവൻ, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയി മനസ്സിലാവും ജാസ്മിൻ ആരെക്കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ. അപ്പോൾ ജാസ്മിനും ഗബ്രിയും പിരിഞ്ഞു എന്നതിൽ യാതൊരു സംശയവുമില്ല, 100% കൺഫേം ആണ്. അതായത് അവർ പരസ്പരം അൺഫോളോ ചെയ്ത ഒരു സ്ക്രീൻ റെക്കോർഡ് ഞാൻ കാണിച്ചുതരാം. അതിൽ ആശ 100% അത് കൺഫേം ചെയ്തു. ജാസ്മിനും ഗബ്രിയും വേർപിരിഞ്ഞു എന്നുള്ളത് കൺഫേം ചെയ്തു. ഇപ്പോൾ ജാസ്മിനും ഗബ്രിയും അൺഫോളോ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ കണ്ടത് അങ്ങനെയാണ്. ജാസ്മിനും ഗബ്രിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നില്ല എന്ന് കരുതിയിട്ട് അവർ തമ്മിൽ ബ്രേക്കപ്പായി പിരിഞ്ഞു, അവർ തമ്മിൽ പ്രണയത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല, എവിടെയും കേട്ടിട്ടില്ല അവർ തമ്മിൽ പ്രണയത്തിലാണെന്ന് പറയുന്നത്. അവർ ഫ്രണ്ട്ഷിപ്പിലാണെന്ന് പറയുന്നു. ബിഗ് ബോസിനകത്തും പുറത്തും അവർ ആ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അവർ മുന്നോട്ട് പോയി, അവർ ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ട് പ്രൊമോഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്നു. അവർ അവരുടെ ലൈഫായിട്ട് മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ എന്തിനാണ് ഇവൻ ഇമ്മാതിരി ഒരു തോന്നിവാസ വീഡിയോ ചെയ്തതെന്ന് മനസ്സിലാവുന്നില്ല. ബാക്കി കേൾക്കാം. ശേഷം കുറേ കാര്യങ്ങൾ അഫ്സൽ അമീർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അഫ്സൽ അമീറിന്റെ ഭാര്യ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, ഈ ഓഡിയോ ക്ലിപ്പിന്റെ ഫുൾ ആയിട്ടുള്ള ഭാഗം വെക്കുന്നുണ്ട്. ജാസ്മിനും ഗബ്രിയും പിരിയാനുള്ള കാരണം എന്താ, അതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യം അൺഫോളോ ചെയ്ത സ്ക്രീൻ റെക്കോർഡ് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഓപ്പൺ ചെയ്തു. ഗബ്രി ജോസ്, അതായത് ഗബ്രിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നിലവിലുണ്ട്. ജാസ്മിൻ ജാഫർ, അതായത് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നിലവിൽ പറയും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്ക് ആയിരുന്നു. ഓക്കെ, നമുക്ക് ഗബ്രിയുടെ ഫോളോവിംഗ് ലിസ്റ്റ് നോക്കാം. അതിൽ ജാസ്മിൻ JAS, ഓക്കെ ഇല്ല, ജാസ്മിൻ അൺഫോളോ ചെയ്തിട്ടുണ്ട് ഗബ്രി. ഓക്കെ, നമുക്ക് ഫോളോവേഴ്സിൽ നോക്കാം. ജാസ്മിൻ അങ്ങനെ ഫോളോ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഫോളോവേഴ്സിലും ജാസ്മിൻ ഇല്ല. നമുക്ക് ജാസ്മിൻ്റെ അക്കൗണ്ട് നോക്കാം. ഫോളോവിംഗ് ഗബ്രിക്ക് രണ്ട് അക്കൗണ്ട്, രണ്ടും നമുക്ക് നോക്കാം. ഇല്ല, ഗബ്രി ഇല്ല. ജോസ് ഗബ്രി എന്ന് പറഞ്ഞ മറ്റേ അക്കൗണ്ട് ഇല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ഇവിടെ ജാസ്മിനും ഗബ്രിയും 100% പിരിഞ്ഞു. ഇല്ലെങ്കിൽ ആരെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ അൺഫോളോ, നിനക്ക് ഇച്ചിരിയെങ്കിലും ബോധമുണ്ടോ? ഇൻസ്റ്റാഗ്രാമിൽ അൺഫോളോ ചെയ്തെന്ന് വെച്ചിട്ട് അവർ പിരിഞ്ഞു എന്ന് പറയാൻ നിന്നോട് വന്ന് പറഞ്ഞോ? അവർ പിരിഞ്ഞു എന്ന് അവർ വന്ന് പുറത്ത് പറയുന്നത് വരെ നീ എന്തിനാ കൺഫേം ചെയ്തത്? കൺഫേം ചെയ്തെന്ന് പറയാണ്. എനിക്ക് തോന്നുന്നു അവർ പിരിഞ്ഞു എന്ന് തോന്നുന്നു എന്നല്ല പറയുന്നത്, അവർ പിരിഞ്ഞു കൺഫേം ആണ് എന്നാണ് പറയുന്നത്. നിനക്ക് ലേശമെങ്കിലും നാണമുണ്ട്. നീ അതിനെക്കുറിച്ച് പറഞ്ഞ സമയത്തെ നിന്നെ നോട്ടേട്ടതാണ്. ഇമാതിരി ഉടായ്പ് വീഡിയോകളും കൊണ്ട് നീ വരും എന്നുള്ളത്. പൈസ ഉണ്ടാക്കാം, ഉള്ള കാര്യം പറഞ്ഞ് പൈസ ഉണ്ടാക്കുക, അതിനൊരു പ്രശ്നമില്ല. ഇല്ലാത്ത കള്ളങ്ങൾ പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത ഓരോരുത്തർക്കും ഓരോ ഹേറ്റേഴ്സിനെ ഉണ്ടാക്കി കൊടുത്തു. ആ കമൻറ്റ് ബോക്സ് നോക്കി അറിയാൻ പറ്റും ജാസ്മിൻ്റെ സ്വഭാവത്തെയാണ് ആൾക്കാർ വിമർശിക്കുന്നത്. ജാസ്മിൻ ഇങ്ങനെയാണ്, ഓരോ സമയത്ത് ഓരോരുത്തരുടെ പുറകെയാണ് എന്ന ലെവലിൽ ആൾക്കാർ വിമർശിക്കുകയാണ്. അത് നേരത്തെ അങ്ങനെ തന്നെയായിരുന്നു, പക്ഷേ അതിപ്പോൾ വീണ്ടും അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുകയാണ്. എനിക്ക് മനസ്സിലാവില്ല നീ എന്തിനാ ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുന്നതെന്ന്. ഒരാളുടെ ജീവിതത്തെ വെച്ചിട്ട് നമ്മളും റിയാക്ട് ചെയ്യാറുണ്ട്. നമ്മൾ പക്ഷേ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്ത പ്രവൃത്തികൾ മാത്രമേ റിയാക്ട് ചെയ്യാറുള്ളൂ. ഇത് ഇവർ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. അവർ വന്ന് പുറത്ത് വന്ന് സംസാരിച്ചോ, ഞാൻ ബ്രേക്കപ്പ് ആവുകയാണ് അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ പിരിയുവാണ് എന്ന് അവരൊന്ന് പറഞ്ഞോ? ഒന്നും ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് നീ ഇമാതിരി തോന്നിവാസം കാണിക്കുന്നത്? ഇതുകൊണ്ട് നിനക്ക് എന്താ ഉണ്ടാകുന്നത്? നിൻ്റെ വീഡിയോ ക്രിയേഷൻ ഉണ്ടാവും, പക്ഷേ അതുവഴി നഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയുടെ ലൈഫല്ലേ? ചെങ്കിൽ എത്തിക്സ് വേണ്ടേ? നിനക്കത് ഇല്ലയെന്ന് മനസ്സിലായി. അതുള്ള വീഡിയോ ചെയ്തപ്പോഴേ മനസ്സിലായി നിനക്ക് എത്തിക്സ് ഇല്ല എന്നുള്ളത്. ഇത് കാണാൻ വേണ്ടി കുറേ പേരുണ്ടെന്നുള്ളതാണ്. ഇവൻ്റെ ഈ ഇല്ലാ കഥകൾ കാണാൻ വേണ്ടി കുറേ പേരുണ്ട്. 28,000 പേര് കണ്ടിട്ടുണ്ട്. 28,000 പേര് ആ വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇല്ലാ കഥകൾ കേൾക്കാനാണ് ആൾക്കാർക്ക് താല്പര്യം. കഷ്ടമാണ്, കഷ്ടം. ബാക്കി നോക്കാം. അത് വേണ്ട, നമുക്ക് മറ്റൊരു സ്ക്രീൻഷോട്ട് ഞാൻ വെച്ചാൽ നോക്കിയത് ഗബ്രിയുടെ യൂട്യൂബ് അക്കൗണ്ടാണ്. ജാസ്മിനുമായുള്ള എല്ലാ വീഡിയോയും ഗബ്രി മുക്കുകയാണ്, ഗബ്രി ഡിലീറ്റ് ചെയ്യുകയാണ്. എന്താണ് കാരണം? ജാസ്മിനോട് ഒരു കാര്യം പറയുകയാണ്. ജാസ്മിൻ റിലേറ്റഡ് ആയി ഞാനൊരു 10-15 വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ജാസ്മിനോട് നിരന്തരം പറയുകയുണ്ടായി, ജാസ്മിനെ നീ ഹോട്ടലിൽ പോയി റൂം എടുത്തോ ഗബ്രിയോടൊപ്പം, നീ ഗബ്രിയോടൊപ്പം എങ്ങോട്ട് വേണമെങ്കിലും കറങ്ങി ജാസ്മിനെ, പ്രശ്നമില്ല, അതിനെ വീഡിയോ ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യേണ്ട ജാസ്മിനെ എന്ന്. ജാസ്മിൻ കേട്ടില്ല. ഇപ്പം എന്തായി? അതായത് ജാസ്മിന് നല്ലൊരു ബന്ധം എനിക്ക് കിട്ടോ, അന്തസ്സായിട്ടുള്ള നല്ലൊരു യുവാവ് അയ്യോ, ജാസ്മിനോട് എന്താ ഒരു ഇഷ്ടം, ജാസ്മിൻ്റെ ലൈഫിനെ കുറിച്ച് എന്താ ഒരു ക്യൂരിയോസിറ്റി, ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ജാസ്മിന് ഇനി നല്ലൊരു ബന്ധം കിട്ടുമോ? അതുകൊണ്ടാണ് ഇമാതിരി തോന്നിയവാസം നീ വന്ന് വീഡിയോയിലൂടെ വിളിച്ച് പറയുന്നത്. അവർ പോലും പറയാത്ത കാര്യം. എടാ, നിന്നെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത്? എനിക്ക് അറിയില്ല നിന്നെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടതെന്ന്. ഒരല്പമെങ്കിലും ഉളുപ്പ് കാണിക്കും. എന്നല്ല, ഞാൻ ഉള്ള കാര്യമാണ് പറയുന്നത്. അതായത് ഞങ്ങൾ ഇന്ന് റൂം എടുത്തത്, ഈ റൂമിലാണ്, ഈ ക്വാർട്ടേഴ്സിലാണ് ഇന്ന് താമസിച്ചത്, ഇന്ന് ഈ ബീച്ചിലേക്കാണ് പോയത്. നിരന്തരം ജാസ്മിൻ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതായത് പോകാൻ ഞാനൊരു കാര്യം പറയുകയാണ്. നിങ്ങൾ ഇപ്പോൾ ഗേൾ ഫ്രണ്ടിൻ്റെ കൂടെയോ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെയോ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അതിനെ വീഡിയോ ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ആക്കുമ്പോഴാണ് പ്രശ്നം. ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ നാളെ ഇപ്പോൾ ഗബ്രി നൈസായിട്ട് എല്ലാം ഡിലീറ്റ് ആക്കി ഗബ്രി മുങ്ങി. ജാസ്മിനല്ലേ പെട്ടത്? ഗബ്രിക്ക് നല്ല പെണ്ണും കിട്ടും, എല്ലാം കിട്ടും. ജാസ്മിൻ്റെ ലൈഫിൽ ഇല്ല. അതായത് ഓക്കെ, നമുക്ക് ആ ഓഡിയോ ക്ലിപ്പ് മൊത്തത്തിൽ വെച്ച് തരാം. അതിന് മുമ്പ് ഒന്നൊന്നായിട്ട് എല്ലാം ചർച്ച ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് അഫ്സൽ അമീർ ഈ ബ്രേക്കപ്പ് ഇത്രയധികം സന്തോഷിക്കാനുള്ള കാരണം നമുക്ക് ഒന്നൊന്നായിട്ട് എല്ലാം ചർച്ച ചെയ്യാം. ബിഗ് ബോസിലേക്ക് ജാസ്മിൻ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നമുക്കത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, ജാസ്മിൻ അപ്പോൾ ഒരു ലവ് ട്രാക്ക് കാണും ഷോപ്പർ. ഞാൻ പോയി ചിന്തണ്ടെങ്കിൽ ഇങ്ങനെ പറയുന്നത്, ഞാൻ അവിടെ പ്രേമിക്കാനല്ല പോകുന്നത്, ഞാൻ ഗെയിം കളിക്കാനാണ് പോകുന്നത്. കാതിൽ എൻ്റെ ഒരു സംഭവമല്ല. ഓക്കെ, ജാസ്മിൻ ബിഗ് ബോസിലേക്ക് പോകുന്ന സമയത്ത് പറഞ്ഞതാണ്, ഞാൻ ഒരിക്കലും അവിടെ ലവ് ട്രാക്ക് കൊണ്ടുവരില്ല, ബോയ് ഫ്രണ്ട് ഉണ്ടാക്കൂല, അങ്ങനെയുള്ള ഒരു കാര്യവും ഞാൻ ചെയ്യൂല എന്ന് പറഞ്ഞിട്ടാണ് ജാസ്മിൻ ജാഫർ ബിഗ് ബോസിലേക്ക് പോയത്. എന്തുകൊണ്ടാണ് അഫ്സൽ അമീറിനെ ഇങ്ങനെ ജനങ്ങൾ രണ്ടു കൈ നീട്ടി സ്വീകരിക്കാൻ കാരണം? ആരാണ് അഫ്സൽ അമീർ? പൊന്നുപ്രേക്ഷകരെ, ജാസ്മിൻ ജാഫർ ഈ പറയുന്ന ബിഗ് ബോസിലേക്ക് പോകാനുള്ള കാരണം അഫ്സൽ അമീറാണ്. അഫ്സൽ അമീറാണ് എല്ലാ റിസ്ക്കും എടുക്കണം. എടാ മോനെ, ഇതൊക്കെ നാട്ടുകാർ ഒരുപാട് സമയം സംസാരിച്ച് കഴിഞ്ഞ വിഷയമാണ്. നീ അത് ഇപ്പോൾ കൊണ്ട് ഈ ഒരു വിഷയവുമായിട്ട് കണക്ട് ചെയ്ത് ആവശ്യമില്ലാത്ത ആൾക്കാരെ അത് വലിച്ചിട്ട് എന്തിനാണ്? നിനക്കുമില്ലേ കുടുംബം? നിനക്കുമില്ലേ അമ്മയും പെങ്ങളും ഒക്കെ? നിനക്കുമില്ലേ? പിന്നെ എന്തിനാണ് ഈ തോന്നിവാസം കാണിക്കുന്നത്? അഫ്സലിനെ വലിച്ചിട്ടു,
ഇത് കാണുന്നവരെന്താ വിചാരിക്കുക, അഫ്സൽ നിന്നെ കൊണ്ട് വീഡിയോ ചെയ്യിച്ചു. കാരണം നീ അഫ്സലിനെ അത്രമാത്രം പൊക്കി പറയുന്നുണ്ട്. അഫ്സലിൻ്റെ വൈഫിനെ കുറിച്ച് നീ കുറേ പറയുന്നുണ്ട്. ജാസ്മിനെക്കാളും സുന്ദരിയാണ്, ജാസ്മിനെക്കാളും മൊഞ്ചുള്ളതാണ്, ജാസ്മിനെക്കാളും സ്വഭാവമഹിമയുള്ളതാണ് നീ പറയുന്നുണ്ട്. കേൾക്കുന്നത് എന്താ വിചാരിക്കുക, അഫ്സൽ നിന്നെ കൊണ്ട് വീഡിയോ ചെയ്തു ജാസ്മിനെതിരായിട്ട്. ഇതല്ലേ വിചാരിക്കുള്ളൂ. നീ ഇനി വെച്ച വേറൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഞാൻ അഫ്സലിൻ്റെ വൈഫിനെയും അല്ലെങ്കിൽ അഫ്സലിനെ ഇതിനകത്ത് വലിച്ചെടുക്കുന്നില്ല, അവരുടെ വീഡിയോയും കാണിക്കുന്നില്ല. ഇനി നീ അഫ്സലിൻ്റെ വൈഫിനെ സംസാരിക്കാനുള്ളതെന്ന് പറഞ്ഞ് കാണിച്ച വീഡിയോ ഏതാണ്? അവരുടെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട് അവർ കാണിച്ച 1-2 വീഡിയോസാണ് നീ എടുത്ത് വെക്കുന്നത്. നാണവും എന്ത് പറയാനാണ് നിന്നെയൊക്കെ. ഇവൻ ഇനി ജാസ്മിൻ്റെ ഒരു വീഡിയോ വെച്ചിട്ടുണ്ട്. ആ ജാസ്മിൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ജാസ്മിൻ്റെ ആദ്യത്തെ ബോയ് ഫ്രണ്ടായിട്ട് പിരിഞ്ഞ സമയത്ത് സംസാരിക്കുന്ന കാര്യങ്ങളാണ്. അതിനവൻ ഗബ്രിയുടെ വിഷയമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവൻ്റെ പേരിൽ കേസ് എടുക്കേണ്ടതല്ലേ? ഒരാളുടെ ക്യാരക്ടറിനെ അസാസിനേറ്റ് ചെയ്തിട്ട് ഡിഫമേഷൻ കേസ് കൊടുക്കേണ്ടതല്ലേ? ഇത് കണ്ടാലും കേട്ടാലും മനസ്സിലാവാത്ത നാട്ടുകാരും. എനിക്കത് മനസ്സിലാവാത്തത്. ഇവൻ്റെ ചാനലിൽ പോയിട്ട് കുറേ പേര് ഗബ്രിയെ ചീത്ത പറയുന്നു, കുറേ പേര് ജാസ്മിനെ ചീത്ത പറയുന്നു, കുറേ പേര് ഇവനെയും ചീത്ത പറയുന്നു. എന്താണിത് എനിക്കറിയില്ല. കേട്ടോക്കെ അത്. ഹായ്, അസ്സാം വലൈക്കും. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് കണ്ടു, എനിക്ക് പേഴ്സണൽ മെസ്സേജ് ആയിട്ടും കമൻ്റ് ആയിട്ടൊക്കെ കണ്ടു. എന്ത് പറ്റി എനിക്ക് പഴയൊരു ഉഷാറൊന്നും ഇല്ലല്ലോ, മുന്നാച്ചിനു പിരിഞ്ഞു എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ അതിനൊരു നിങ്ങളാ പേര് കേട്ടല്ലോ. എന്തുകൊണ്ടാണ് ജാസ്മിൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്നതെന്നൊക്കെ നാട്ടുകാർ ചോദിച്ചു, അല്ലെങ്കിൽ കമൻറ്റുകളിലൂടെയൊക്കെ ചോദിച്ചു. അപ്പോൾ എന്തുകൊണ്ടാണ് മുന്നാച്ചിയുമായിട്ട് പിരിഞ്ഞത്? മുന്നേയുമായിട്ട്, ജാസ്മിൻ്റെ ആദ്യത്തെ ബോയ് ഫ്രണ്ടായ മുന്നേയുമായിട്ട് പിരിഞ്ഞ സമയത്തുള്ള ഒരു വീഡിയോ ആണ്. ബിഗ് ബോസിലൊക്കെ പോകുന്നതിന് എത്രയോ നാളുകൾക്ക് മുമ്പുള്ള വീഡിയോ ആണത്. അതിനെ എടുത്തു വെച്ചിട്ടാണ് ഇപ്പോൾ ഇരുന്ന് സംസാരിക്കുന്നത്. റിപ്ലൈ തരാമെന്ന് വിചാരിച്ചു. മുന്നാച്ചിനു പിരിഞ്ഞു. ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ, കുറേ വിഷയങ്ങൾ, മുന്നോട്ട് ജീവിച്ചാൽ ഇത് ശരിയാവില്ല എന്ന് ഒരു പോയിന്റിൽ തോന്നിയപ്പോഴാണ് ഞങ്ങൾ ഡിസിഷൻ എടുത്തത്. കഴിഞ്ഞൊരു 6-7 മാസമായിട്ട് ഞങ്ങൾ ഒരുപാട് പറഞ്ഞു തീർക്കാനൊക്കെ ശ്രമിച്ചു. പക്ഷേ ഒരിക്കലും നല്ലോണം മുന്നോട്ട് പോവില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും അടിയോ വഴക്കോ ബഹളമോ ഇല്ലാണ്ട് മ്യൂച്വലി എടുത്തൊരു തീരുമാനമാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ദേഷ്യമില്ല, ഒന്നുമില്ല. കുറേ പേർക്ക് ഇപ്പോൾ ഒരു സംശയം ഉണ്ടായേക്കാം, ഇത് തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ. നമ്മുടെ പേഴ്സണൽ ലൈഫ് വേറെ, ഈ ലൈഫ് വേറെ. നമ്മളതൊന്നും ആരെയും പബ്ലിക്കായിട്ട് കാണിക്കാനൊട്ടും ആഗ്രഹിക്കില്ല. പിന്നെ ഇപ്പം ഞാനിത് വന്ന് പറയുന്നത് ഒരുപാട് പേരോട് ഞങ്ങളുടെ കുറച്ച് നല്ല നിമിഷങ്ങൾ പറഞ്ഞപ്പോൾ ഇത് എന്താണെന്ന് എല്ലാവർക്കും കൺഫ്യൂഷനായി. എന്തുകൊണ്ടെന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നപ്പോൾ ഒരു എക്സ്പ്ലനേഷൻ തരാം എന്ന് എനിക്ക് തോന്നി. അതല്ലേ നല്ലതെന്ന് വിചാരിച്ചാണ് പറയുന്നത്. പിന്നെ എൻ്റെ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നിട്ടുള്ള ചിലപ്പോൾ മേ ബി ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും, അവർക്ക് ചിലപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവുമായിരിക്കാം. കുറേ നെഗറ്റീവ് ഞാൻ കാണുന്നുണ്ട്, ചുമ്മാ കുത്തി നോവിക്കാൻ വേണ്ടി പറയുന്നവരെ ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾക്ക് അതിന് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുത്തി നോവിക്കാം, ഒരു കുഴപ്പമില്ല. പിന്നെന്താ, ഈ തീരുമാനം ഞങ്ങളുടെ രണ്ടുപേരും പേഴ്സണൽ തീരുമാനമാണ്. ഞങ്ങൾ തീരുമാനിച്ചത്, കാരണം ഞങ്ങളാണല്ലോ മുന്നോട്ട് ജീവിക്കണം, ഞങ്ങൾക്ക് പറ്റില്ല എന്നൊരു പോയിന്റ് കണ്ടാൽ ഞങ്ങളത് നിർത്തുന്നതാണ് നല്ലത്. കാരണം രണ്ടുപേർക്കും വേറെ നല്ല ജീവിതങ്ങൾ കിട്ടും. അപ്പം അതിൻ്റെ പേരിൽ നിങ്ങൾ ആരെയും ഒന്നും പറയേണ്ട കാര്യമില്ല, കാരണം നമ്മുടെ പേഴ്സണൽ തീരുമാനമാണ്. പിന്നെന്താ, പിന്നെ വേറൊന്നും പറയാനില്ല. പിന്നെ ഞാൻ ഈ എൻ്റെ ഞാൻ പഴയ പോലെ അല്ല, എനിക്ക് പഴയൊരു ഉഷാറിൽ എല്ലാം തിരിച്ചു വരും. പടച്ചം മറക്കാനുള്ളൊരു സാധനം നമുക്ക് എല്ലാവർക്കും തന്നിട്ടുണ്ടല്ലോ, എല്ലാം തിരിച്ചു വരും. എല്ലാം പഴയ പോലെ ആയേ പറ്റൂ, ആകും. ഓക്കെ, ജാസ്മിൻ ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ജാസ്മിനോട് ഞാൻ പറയുകയാണ്, എന്താണ് ജാസ്മിനെ എത്രാമത്തെ ബ്രേക്കപ്പാണ്? ഒരു മടുപ്പിൽ എന്താണ്? കണ്ടവരൊക്കെ പ്രേമിക്കുക, ഒരു വർഷം കഴിഞ്ഞിട്ട് ബ്രേക്കപ്പ് ചെയ്യുക, പിന്നെ മറ്റൊരുത്തനെ പ്രേമിക്കുക, ഒരു വർഷം കഴിഞ്ഞ് ബ്രേക്കപ്പ് ചെയ്യുക, തന്നെയാണ് നിൻ്റെ പണി. എടാ നാറി, എൻ്റെ നാവിന്ന് വേറെ എന്തൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു വാക്ക് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിനക്ക് ഇമോഷണൽ ആവുകയാണ്. കാര്യം വേറൊന്നുമല്ല, ഇല്ലാത്ത കഥകളുണ്ടാക്കി പറഞ്ഞ് ശരിക്കും യൂട്യൂബേഴ്സിനിടയിലുള്ള ഒരു പുഴുക്കുത്താണ് ഇവൻ. പറയാണ്ടിരിക്കാൻ വയ്യ. മറ്റുള്ള യൂട്യൂബേഴ്സിനെ കൂടി പറയിപ്പിക്കാൻ വേണ്ടി ഒരു പുഴുക്കുത്ത്. ഈ പുഴുക്കുത്തിനെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് എടുത്ത് കളയുക തന്നെ വേണം. എല്ലാ യൂട്യൂബേഴ്സും ഇവനെതിരെ സംസാരിക്കാൻ തന്നെ വേണം. ഞാനതേ പറയത്തുള്ളൂ. കാര്യം ഗബ്രിയുടെ വിഷയമായിട്ട് വന്നിട്ട്, ഗബ്രിയും ജാസ്മിനും അടിച്ചു പിരിഞ്ഞു എന്ന് പറഞ്ഞ് വന്നിട്ട് അത് അവർ ഇവനോട് വന്ന് പറഞ്ഞ പോലെയാണ് സംസാരിക്കുന്നത്. കൺഫേം ചെയ്ത് പറയുകയാണ്. എന്നിട്ട് ജാസ്മിൻ്റെ ആദ്യത്തെ ബോയ് ഫ്രണ്ട് പോയ സമയത്തുള്ള വീഡിയോ എടുത്തു വെച്ചിട്ട്, എന്താണ് ജാസ്മിൻ ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത്? ഇത് എത്രാമത്തെയാണ്? അത് അവളുടെ ഇഷ്ടമാടാ. നിനക്കെന്താ? നിൻ്റെ വീട്ടിലോ നിൻ്റെ കുടുംബത്തിലോ ആർക്കെങ്കിലും എന്തെങ്കിലും പോയോ? ഒന്നുമില്ലല്ലോ. ഇത്രയും നീ ക്യൂരിയസ് ആവാനായിട്ട്. അപ്പോൾ ഇതുപോലത്തെ പുഴുക്കുത്തുള്ള ജനങ്ങൾ തിരിച്ചറിയണം. യൂട്യൂബേഴ്സിനിടയിൽ സാധാരണ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ മറ്റുള്ള പലർക്കും ഇഷ്ടമല്ല. അതിനൊരു പ്രധാന കാരണം എന്താ, ഇവന്മാരെ പോലുള്ളവരാണ്. മര്യാദയ്ക്ക് വീഡിയോ ചെയ്യുന്ന കുറച്ച് പേരെ പോലും പറയിപ്പിക്കാൻ വേണ്ടി ഇവനെപ്പോലുള്ള കുറേ പേരുണ്ട്. മനസ്സിലായില്ലേ? ഇവനെപ്പോലുള്ളവരെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒഴിവാക്കി വിടുക. അല്ല, നിങ്ങൾക്ക് ഗോസിപ്പ് മാത്രമാണ് കേൾക്കാൻ താല്പര്യം, പോയിരുന്നു കേൾക്കാം, ഒരു പ്രശ്നമില്ല. ഇവൻ്റെ ആഗ്രഹം ബിഗ് ബോസിൽ പോവുക, എങ്ങനെയെങ്കിലും നെഗറ്റീവ് പബ്ലിസിറ്റി ആണെങ്കിലും ഉണ്ടാക്കി ബിഗ് ബോസിൽ പോവുക, ഇതാണ് ഇവൻ്റെ ആഗ്രഹം. പക്ഷേ അതിന് ഇവൻ ബലിയാടാക്കുന്നത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെയാണ്. അവരുടെ ഉള്ള ക്രെഡിബിലിറ്റിയും കൂടി ഇവൻ നശിപ്പിക്കുകയാണ്. നിലവിലുള്ള ക്രെഡിബിലിറ്റിയും കൂടി. കാരണം ഒരുപാട് പേരുണ്ട് അത്യാവശ്യം നല്ല കാര്യങ്ങളുടെ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പലരുടെയും പല വിഷയങ്ങൾ വെച്ച് റിയാക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതെല്ലാം ഉള്ള കാര്യങ്ങളായിരിക്കും. അതിനകത്ത് എന്തെങ്കിലുമൊക്കെ എത്തിക്സ് ഉണ്ടാവും. പക്ഷേ ഇത് യാതൊരു എത്തിക്സും ഇല്ലാതെ എന്ത് വായിത്തൊന്നും വിളിച്ച് പറയുന്ന ഒരുത്തൻ. സമ്മതിക്കണം മോനെ, നിന്നെ സമ്മതിച്ചേ പറ്റുള്ളൂ. ഇതൊക്കെ പറയാൻ ഇച്ചിരി തൊലിക്കെട്ടി വേണം, ഇല്ലാത്ത കാര്യങ്ങൾ പറയാനായിട്ട്. എനിവേ, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയെക്കുറിച്ചും ഈ ഒരു നാറിയെക്കുറിച്ചും ഈ ഒരു പുഴുക്കുത്തിനെക്കുറിച്ചും നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും മോന് ഉടനെ അകത്ത് പോകാൻ തോന്നുന്നു. കാരണം രാഷ്ട്രീയക്കാർക്കെതിരെയൊക്കെ തൊട്ട് കളിച്ചിട്ടുണ്ട്. BJP സ്ഥാനാർത്ഥിയായിരുന്ന, BJPയിൽ നിന്ന് ജയിച്ച, ട്രിവാൻഡ്രത്ത് ശാസ്ത്രമംഗലത്ത് നിന്ന് ജയിച്ച മുൻ DGP ആ ശ്രീലേഖ,
അവരെക്കുറിച്ചൊക്കെ വളരെ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇതൊന്നും ആരും കാണുന്നില്ലേ? എനിക്കറിയില്ല. എനിവേ നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ കമൻറ്റ് ചെയ്യൂ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.